ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്നിവിടെ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അത്. തരിയും ഉരുളക്കിഴങ്ങും കൊണ്ടാണ്. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് തരി, ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് പൊളിച്ച് ഉപ്പിട്ട് പുഴുങ്ങി തോല് പൊളിച്ച് വെച്ചതാണ്. ഇത് തരി 2 കപ്പ് വെള്ളത്തിൽ, പറക്കുന്ന വെള്ളത്തിൽ തരി ഇട്ടിട്ട് വേവിപ്പിക്കണം. അത് നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഒരു പാന് ഇവിടെ വെച്ചിട്ട് അതിൽ 1 കപ്പ് തരി റവയാണ് എടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളം നല്ലോണം തിളക്കണം. വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിൽ ഈ റവ ചേർക്കണം. വെള്ളം തിളക്കട്ടെ. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കായപ്പൊടി, കുറച്ച് ജീരകം, 1 സ്പൂൺ മുളക് പൊടി, ഇത് മല്ലി ചെറുതായിട്ട് മുറിച്ചിട്ടത്, റവ ഇതിൽ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. കുറച്ച് ഉപ്പ്, ഇത് നല്ലോണം വേകണം. അടി പിടിക്കാണ്ട് നല്ലവണ്ണം ഇളക്കണം. കുറച്ചൊന്ന് സിമ്മാക്കി വെച്ചിട്ട് നല്ലോണം വേവണം. വെള്ളം നല്ലോണം വറ്റി കൈ കൊണ്ട് ഉരുട്ട പിടിക്കുന്ന വിധത്തിൽ ആവണം. ഉപ്മാവിന് ആക്കുന്നതിനേക്കാൾ കൂടുതൽ ആവണം. നന്നായിട്ട് വെന്ത് നല്ലോണം ഇതിന് നല്ലോണം തണിയാൻ വെക്കണം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി സ്ക്രേപ്പ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഇത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്, ഉപ്പ് കൂട്ടി പുഴുങ്ങിയതാണ്. അതുകൊണ്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്താൽ മതി. തോലെല്ലാം പൊളിച്ച് വെച്ചതാണ്. ഇത് വേഗം ആകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ. കൈ കൊണ്ട് തന്നെ നല്ലോണം അമർത്തിയാൽ വരും നന്നായിട്ട്.
ഇത് നല്ലോണം നല്ലോണം തന്നിട്ടില്ല, ചൂടുണ്ട്. ഇതിൻ്റെ കൂടെ സ്ക്രേപ്പ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഇത് രണ്ടും കൂടി നന്നായിട്ട് കുഴക്കണം. നല്ലോണം കുഴച്ച് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നല്ലോണം ആവുന്നതിന് ഒന്ന് അധികം വെള്ളം ആക്കാണ്ട് കുറച്ച് കൈ നനച്ചിട്ട് നന്നായിട്ട് കുഴക്കണം. ഇത് ഉരുളക്കിഴങ്ങും തരിയുമായിട്ട് നന്നായിട്ട് ചേർത്ത് കുഴച്ച് നല്ല പാകത്തിനാവണം. ഇത് കയ്യിൽ കുറച്ച് എണ്ണ തൊട്ടിട്ട് നല്ലോണം ഉരുട്ടി കയ്യിൽ നല്ലോണം എണ്ണ തടവിയിട്ട് ഇങ്ങനെ ഉരുട്ടി നീളാക്കിയിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടിക്കെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഇതിപ്പോൾ ഞാൻ നീളമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് മുറിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് എടുക്കാം. ഇത് നീളമാകുമ്പോൾ വേഗത്തിൽ എളുപ്പത്തിൽ കഴിയുന്ന ഇതാണ്. ഇത് എണ്ണ കാര്യം ഹോളൊന്നും ഉണ്ടായത് ഉണ്ടെങ്കിൽ എണ്ണ കാരിയിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ എണ്ണയില്ല ഇവിടെയൊന്നും ഹോൾസൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇതാക്കി ഇത് ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എണ്ണയിലിടാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കെങ്കിലും ചെയ്യാം. ഇതാണ് ഈസി ആയിട്ടുള്ള ഷേപ്പ്. തട്ടെല്ലാം നല്ലോണം ഇതുപോലെ തന്നെ ബാക്കിനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് പെട്ടെന്ന് തിരിച്ചിടാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ പാടില്ല. വെലിങ്ങനെ വേവും വേണ്ട, എല്ലാം വെന്ത സാധനമാണ്. നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുക്കുക. ഇത് അധികം വേവണ്ട, എന്നാലും ഒരു ബ്രൗൺ നിറാവുന്ന വരെ അധികം ഫാസ്റ്റാക്കിയിട്ട് സിമ്മിൽ വെച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, പിന്നെ തരി വെന്തതാണ്. കുറച്ച് നന്നായിട്ട് ആവണം, ഇനി ആയിട്ടില്ല. സിമ്മിലാണ് നല്ല വിട്ട് നിന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ച് നല്ലോണം തിരിച്ച് മറിച്ചിട്ട് പൊട്ടിപ്പോകാണ്ട്. ഇത് ഇത്ര നീളം വേണമെന്നില്ല, ഇതിലും ചെറുതാക്കാം. ഞാൻ പിന്നെ വേഗം പണി ഒരുക്കട്ടെ എന്ന് ആക്കിയതാണ്. ഇതിൽ ചെറുതാക്കാം കുറച്ച് സമയം പിടിക്കും. ഉരുളക്കിഴങ്ങും തരിയും വേവിച്ചും കൂടി നന്നായിട്ട് കുഴക്കണം. ഇതിപ്പോൾ കോരിയെടുക്കുക.
ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം എണ്ണയിലിട്ടിട്ട് പൊരിച്ചിങ്ങനെ എടുക്കുക. നമ്മളെ ഈവനിങ് സ്നാക്ക് റെഡിയായി. ഇത് നല്ല ടേസ്റ്റിയാണ്, ക്രഞ്ചി ആയിട്ടുള്ള സാധനമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ സോസ് കച്ചപ്പ് കൂട്ടി കഴിക്കുകയും ചെയ്യാം. ഇതിൽ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് നല്ല ഇതിങ്ങനെ കുത്തി കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ സ്റ്റേ സേഫ് അറ്റ് ഹോം. ബൈ.